അശ്വന്ത് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സായ ഡോക്ടർ കല്യാണി, ഡോക്ടർ ദേവിക. ഞങ്ങളുടെ ഒപിയിൽ സ്ഥിരമായി കേട്ടുവരുന്ന ഒരു വാക്കാണ് യൂറിക് ആസിഡ്. എന്താണ് യൂറിക് ആസിഡ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാസപദാർത്ഥമാണ് പ്യൂരിൻ. ആ പ്യൂരിൻ കൺവെർട്ടായാണ് യൂറിക് ആസിഡായി മാറുന്നത്. ആ കൺവെർട്ടായ യൂറിക് ആസിഡ് ബ്ലഡുമായി മിക്സായി കിഡ്നിയിലെത്തുന്നു. അത് യൂറിനായി പുറന്തള്ളപ്പെടുന്നു. ഇതാണ് നോർമലി നടക്കുന്നത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായി കാണപ്പെടുന്നത്. 3 കാരണങ്ങളാണ് പൊതുവെ യൂറിക് ആസിഡ് കൂടാൻ. ഒന്നാമത്തത് അധികമായി യൂറിക് ആസിഡ് ഉൽപാദനപ്പെടുന്നത്. രണ്ടാമത്തത് ഉണ്ടായ യൂറിക് ആസിഡ് പുറന്തള്ളപ്പെടാത്തത്. മൂന്നാമത്തത് ഈ പറഞ്ഞ 2 കാരണങ്ങളും ഒരുമിച്ച് വരുന്നത്. ബ്ലഡിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലായി കാണപ്പെട്ടാൽ അത് ജോയിൻസിനിടയിൽ വന്ന് ക്രിസ്റ്റൽ ഫോമായി ഡിപ്പോസിറ്റ് ചെയ്യും. അതൊരു വാദസംബന്ധമായ അസുഖമായ ഗൗട്ടിലെത്തിക്കുന്നു. ഈ പറഞ്ഞ ക്രിസ്റ്റൽസ് തന്നെ നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞുകൂടി കിഡ്നി സ്റ്റോൺസ് ഉണ്ടാകുന്നു. അത് മാത്രമല്ല കിഡ്നിക്ക് മറ്റു അസുഖങ്ങൾ ഉണ്ടാകാനും ചാൻസസ് ഉണ്ട്. എന്തൊക്കെ ആഹാരങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? ആദ്യമായി ആൽക്കഹോൾ. മദ്യപിക്കുന്ന ഒരാളിൽ എപ്പോഴും യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലായി കാണപ്പെടുന്നു. മറ്റൊന്ന് സീ ഫുഡ്. അയല, മത്തി, കൊഞ്ച് കഴിക്കുന്നവരിലും റെഡ് മീറ്റ് ആയ പോത്തിറച്ചി, താറാവിറച്ചി കഴിക്കുന്നവരിലും യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലായി കാണപ്പെടുന്നു. മറ്റൊന്ന് സോഫ്റ്റ് ഡ്രിങ്ക്, പേസ്ട്രി, കേക്ക് കഴിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എന്തെല്ലാം ഉൾപ്പെടുത്താം? പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ കഴിക്കണം. ശരീരം എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കണം. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം. അമിതവണ്ണമുള്ള ഒരാളാണെങ്കിൽ വണ്ണം കുറയ്ക്കണം. നാരടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ എന്നിവ നാരങ്ങ, പപ്പായ, മുസമ്പി, ഓറഞ്ച് കഴിക്കണം. ഇവയെല്ലാം നമ്മൾ പാലിച്ചിട്ടും നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ട് തുടരുകയാണെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കണം. നോർമൽ വാല്യൂസ് പുരുഷന്മാരിൽ 2 മുതൽ 7 mg/dയിലും സ്ത്രീകളിൽ 2 മുതൽ 6 mg/dയിലുമാണ്. ഈ പറഞ്ഞ വാല്യൂസിനെക്കാട്ടും നിങ്ങൾ റിസൾട്ട് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്.